11:15 ശേഷമാണ് കിടന്നത്. അപ്പോൾ ഒരു രാത്രി ഒരു 12 മണിക്കും പിന്നെ 4 മണിക്കും ഇടയ്ക്കാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. പെട്ടെന്ന് അമ്മാവന് അസുഖം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വീട് പൂട്ടി പോകേണ്ട ഒരു സാഹചര്യം വന്നത്. നെയ്യാറ്റിൻകരയിൽ വൻ മോഷണം. 2 വീടുകളിൽ നിന്നായി 35 പവനും 3,78,000 രൂപയും 2 മൊബൈൽ ഫോണുകളും വില കൂടിയ 2 വാച്ചുകളും കടത്തി. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനിലാലിന്റെ പ്ലാമൂട്ടുകടയിലെ വീട്ടിലും തൊട്ടടുത്ത വട്ടവിള ബിപിൻ കുമാറിന്റെ വീട്ടിലുമാണ് മോഷണം. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KS അനിലാലിന്റെ തോട്ടിങ്കരയിലെ പൂമുഖത്തെ വീട്ടിലായിരുന്നു ആദ്യ മോഷണം റിപ്പോർട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു ശേഷം ഇന്നലെ രാത്രി സമീപത്തെ മകളുടെ വീട്ടിലായിരുന്നു അനിലും ഭാര്യയും. പുലർച്ചെ വ്യായാമം ചെയ്യുന്നതിലേക്കായി വീട്ടിലെത്തുമ്പോഴാണ് തലേ ദിവസം പൂട്ടിപ്പോയ മുൻവശത്തെ ഗേറ്റിന്റെ പൂട്ട് കാണാനില്ല എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം സ്ഥിരീകരിച്ചത്. മുൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ വീട്ടിനുള്ളിലെ ലോക്കർ ഉൾപ്പെടെ 6 അലമാരകൾ കുത്തിത്തുറന്നായിരുന്നു കവർച്ച. മാല, മോതിരം, കമ്മൽ, വള തുടങ്ങി 13ലധികം പവൻ സ്വർണവും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപയും ഉപയോഗിക്കാത്ത വില കൂടിയ 2 മൊബൈൽ ഫോണുകളും 2 വാച്ചും കൈക്കലാക്കിയായിരുന്നു സംഘം കടന്നത്. അനിൽ നടത്തിവരുന്ന AS സ്വർണ്ണപ്പണയ സ്ഥാപനത്തിന്റെ താക്കോലുകളും മോഷ്ടാക്കൾ കവർച്ച നടത്തി. ഇന്നലെ രാത്രി 12 മണിക്ക് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയാണ് മോഷണം നടത്തിയത്. ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് പര്യാവരം ഡിവിഷനിൽ. അപ്പോൾ ഇലക്ഷൻ്റെ പരിപൂർണ ചുമതല ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരം രാത്രി 9 മണി വരെ ഭവന സന്ദർശനം സ്ഥാനാർത്ഥി ഞാനും കൂടി നടത്തി. 10 മണിക്കുള്ള വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഹീറ്ററിൽ ഒന്ന് കുളിച്ചിട്ട് 10:30 വരെ ഞാനിവിടെ സഹപ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് 10:30 ശേഷം അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഉറങ്ങാനായിട്ട് പോയി. ആ ഒരു 11 മണി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഡ്രൈവറുടെ അച്ഛൻ വളരെ സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ വിളിച്ച് എന്താണെന്ന് വിവരവും തിരക്കി. ഒരു 11:15 ശേഷമാണ് കിടന്നത്. അപ്പോൾ ഒരു രാത്രി ഒരു 12 മണിക്കും പിന്നെ 4 മണിക്കും ഇടയ്ക്കാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. എൻ്റെ ഒരു ജന്മം അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇന്നേ വരെ ഈ വീട്ടിനകത്ത് ഒരു മോഷണവും നടന്നിട്ടില്ല. ആദ്യമായി ചരിത്രത്തിലാദ്യമായി വീട് തുറന്നിട്ടിട്ടാണ് കിടന്നാലും ആരും വരില്ല. കാരണം രാത്രിയും പോലും ഒരുപാട് ആളുകൾ ഈ വീട്ടിൽ വരുന്നതാണ്. എത്രയോ കാലം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമുള്ളതും ഉയർന്ന സമിതികളിലിരുന്നതും എത്രയോ പ്രാവശ്യം കോർപ്പറേഷൻ്റെ ചെയർമാനും ബോർഡ് മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ഇത്രയും 100 കണക്കിന് ആളുകൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആര് വരുന്നു എന്ന് ആരും ശ്രദ്ധിക്കാറില്ല. കാരണം എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വീട്ടിലാകുമ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ വരുമ്പോൾ 12 മണി, ചിലപ്പോൾ 1 മണിയൊക്കെ ആവും. ഒരു ബൈക്കിൽ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ഈ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ നോക്കി തിരിച്ചു പോയി. വീണ്ടും 2 പേരായിട്ട് വന്ന് ഈ മോഷണം നടത്തി തിരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചറിയിച്ചു. രാവിലെ പാറശാല സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, നെയ്യാറ്റിൻകര DYSP, പിന്നെ ഡോഗിൻ്റെ സ്ക്വാഡ്, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗിച്ച് കള്ളനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നടന്നത്. പിന്നെ ലോക്കറിനകത്തിരുന്ന എൻ്റെ ഒരു മാല, ഞാനത് 10-15 വർഷം കൊണ്ട് കഴുത്തിട്ടിരുന്ന ഒരു മാല, അത് 5 പവനോളം വരും. 2 മോതിരം കയ്യിലെടുത്ത, അത് വില കൂടിയ 2 മോതിരമാണ്. ഒരു നവരത്നരോധം, പിന്നെ നല്ലൊരു മോതിരം. മറ്റത് 2 എണ്ണവും ഏകദേശം 3 ലക്ഷം രൂപയുള്ള ആ മോതിരത്തിൻ്റെ വരും. 5 പവൻ്റെ ഒരു മാല പോയി. പിന്നെ ഇതിനകത്തിരുന്ന ഒരു 5-6 പവൻ്റെ സാധനം അത് പോയി. ലോക്കറിനകത്തിരുന്ന 2,87,000 രൂപ പോയി. പിന്നെ ഉപയോഗിക്കാതിരുന്ന 2 മൊബൈൽ ഫോണുകൾ പോയി. പിന്നെ 3 വാച്ചുകൾ, വിലപിടിപ്പുള്ള 3 വാച്ചുകൾ. ഒന്ന് ഞാൻ കൈ കെട്ടുന്നതാണ്, മറ്റ് 2 എണ്ണം സൂക്ഷിച്ചിരുന്ന വാച്ചുകൾ പോയി. പിന്നെ ഒരുപാട് സാധനം അവർ കിട്ടിയതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ശരാശരി പറഞ്ഞ ഒരു 10-20 ലക്ഷം രൂപയ്ക്കകത്തുള്ള.
ബിബിന്റെ വീട്ടിലും രാത്രി തന്നെയാണ് കള്ളൻ കയറിയത്. ബിബിന്റെ വീട്ടിൽ നിന്നും 23 പവനും 78,000 രൂപയുമാണ് കടത്തിയത്. ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നിവ പരിശോധനയ്ക്കെത്തി. 2 മോഷണങ്ങളിലും കേസെടുത്ത പാറശാല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പോലീസ് സ്റ്റേഷനിൽ, പാറശാല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അവർ പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അവിടെ CSR ഉൾപ്പെടെ വന്ന് ഉടൻ തന്നെ സംഭവസ്ഥലം സന്ദർശിക്കാൻ വരികയും രാവിലെ 8 മണിയോടുകൂടി വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 2-3 മണിയോടുകൂടി ഫിംഗർ പ്രിൻറ്റും ഡോഗ് സ്ക്വാഡും എല്ലാവരും വരികയും ചെയ്തു. നിർഭാഗ്യവശാലൊന്നും ഞാനിവിടെ ക്യാമറ വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ ആളില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ വയ്ക്കാത്തത്. പക്ഷേ ഏതാച്ചാൽ പെട്ടെന്ന് അമ്മാവന് അസുഖം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വീട് പൂട്ടി പോകേണ്ട ഒരു സാഹചര്യം വന്നത്.